സുപ്രഭാതം കാരവൻ തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു വിശിഷ്ട വ്യക്തിയെ കാണുകയാണ്. അത് മറ്റാരുമല്ല, സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജിഫ്രി തങ്ങൾ നയിക്കുന്ന യാത്രയുടെ അതിൻ്റെ മുഖ്യ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബഷീർ ഫൈസി ദേശമംഗലം. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു പേരും പരിചിതമായ ശബ്ദവും ശൈലിയും ഒക്കെയാണ്. ഞാനിവിടെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു നാടും ഇതിൻ്റെ ഒരു ചരിത്രവുമൊക്കെ നമുക്ക് കുറേ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അത് നമുക്ക് ഈ ഒരു എപ്പിസോഡിലല്ല, മറ്റൊരു എപ്പിസോഡിൽ നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പം ഞാനിവിടെ വന്ന സമയത്ത് തന്നെ കാണാൻ സാധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ ഈ ഉസ്താദ്മാരൊക്കെ പല സ്റ്റേജുകളിലും വേദികളിലും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും, പ്രസംഗിക്കും, അവർക്ക് സ്വീകരണം ഉണ്ടാവും, ഉദ്ഘാടനം ഉണ്ടാവും, മുഖ്യപ്രഭാഷണം ഉണ്ടാവും, വയലുണ്ടാകും, പ്രഭാഷണം ഉണ്ടാകും, ക്യാമ്പുകളുണ്ടാകും, സെമിനാർ ഉണ്ടാകും, അങ്ങനെ പല തരത്തിലുണ്ടാകും. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലേക്ക് കടക്കുമ്പോൾ തന്നെ കാണുന്നത് ഒരു 100 കണക്കിന് പ്രോഗ്രാമിൽ പങ്കെടുത്തതിൻ്റെ തെളിവുകളാണ്. 2017 ഞാൻ എൻ്റെ കാഴ്ചയിൽ ഏറ്റവും പുതിയതും പഴയതുമൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചീഫ് ഗസ്റ്റായിട്ട് പങ്കെടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് ലഭിച്ച ഉപഹാരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാഴ്ച ഒരു ലീഡറുടെ അല്ലെങ്കിൽ നമ്മളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളിൻ്റെ ഇതിൽ കാണുന്നത്. മാനവ മൈത്രി സമ്മേളനം ഡോക്ടർ ബഷീർ ഫൈസി ദേശമംഗലം വിശിഷ്ട സാന്നിധ്യത്തിന് സ്നേഹസന്തോഷം കൊടപ്പനക്കൽ കുടുംബം പാണക്കാട്. എനിക്ക് തോന്നുന്നു ഇത് മുൻപ് പാണക്കാട് കുടുംബത്തിൽ നിന്ന് അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. കപ്പക്കൽ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. ഉസ്താദ് അസ്സലാമു അലൈക്കും. ആളിവിടെ ഉണ്ട്, കൈയോടെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു സർപ്രൈസ് ആയിട്ട് ഇവിടെ വന്ന് നേരിങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വന്നത് സുപ്രഭാതത്തിൻ്റെ കാരവൻ യാത്രയുടെ ഭാഗമായി. ഇവിടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് സമ്മേളനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിരുന്നു. ഏതായാലും ഉസ്താദിനെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ കാണുന്നു ഉസ്താദ്? കാരവന് തൃശ്ശൂർ ജില്ലയിലേക്ക് സ്വാഗതം. സന്തോഷം. ഓരോരുത്തർക്കും ഓരോ ക്രൈസ് ഉണ്ടാവുമല്ലോ. പക്ഷേ അത് നിങ്ങളുടെ ഈ ക്ലോക്ക് ആയിരുന്നല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ എടുത്തു വെക്കൽ ഒരു ക്രൈസ് ആയിരുന്നു പറഞ്ഞു കിട്ടണം. വീട്ടിൽ പോയാലും കാണാം മുഹമ്മദ് ഷിയാബ്. ഞാൻ 2001 കോളേജിൽ നിന്ന് വരുന്നത്. അന്ന് മുതൽ പ്രഭാഷണ രംഗത്തുണ്ട്. SKSF ജില്ലാ പ്രസിഡന്റ് ആയത് മുതൽ. അപ്പോൾ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തു വെക്കാറുണ്ട്. ഇത് വളരെ കുറച്ചുള്ളൂ. കുറച്ചൊക്കെ ഉമ്മ എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ദേഷ്യം വന്നിട്ട് വീട്ടിലെടുത്ത് വെച്ചപ്പോ ഇത് 10,000-2000 ഉണ്ടാവും. ഈ 2000 എന്ന് പറയുമ്പോൾ 2000 വേദികളിൽ പോയി കയറി ഇറങ്ങി എന്നാണല്ലേ താങ്കളുടെ പരിപാടി. അതില്ലാത്ത പരിപാടി വേറെ ഉണ്ടാവും. അങ്ങനെ ഉപകാരം ചെയ്യുമ്പോൾ ഞാനത് കൗതുകത്തിന് വേണ്ടി കൊടുന്ന് വെക്കൂടെ, നശിപ്പിച്ച് കളയണ്ടല്ലോ, അങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. ഈ ഷെൽഫൊക്കെ അതിനായിട്ട് സജ്ജീകരിച്ചു. ഓക്കെ. ഇവിടെ നിന്നാണോ ഇപ്പോൾ നമ്മളെ ലൈവ് പരിപാടികളൊക്കെ ഇവിടെ നിന്നാണോ? ഈ ഓഫീസിൽ നിന്നാണല്ലോ. ഇതൊക്കെ ആയിരിക്കും ഉസ്താദിന്റെ ഒരു ശേഖരം അല്ലേ? അതേപോലെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെ കൊള്ളാത്ത പുസ്തകമൊക്കെ വീട്ടിലുണ്ട്. വായിക്കണല്ലോ നമ്മൾ. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാൽ മോശമാവൂലേ? വായിച്ചു കഴിഞ്ഞതാണ്. ക്യാഷ് കൊടുത്ത് വാങ്ങും, അല്ലെങ്കിൽ ചിലർക്ക് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. ചില ആളുകൾ വായിക്കാൻ വേണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരും. അപൂർവമായിട്ടാണ് ഈ പുസ്തകം ഗിഫ്റ്റ് കിട്ടുന്നത്. എവിടെ പോയാലും വലിയ ഉപകാരം ഇല്ലാത്ത ഈ ഉപകാരം കിട്ടുന്നത്. ആ സിസ്റ്റം മാറണമല്ല. നിങ്ങൾ ഈ ലൈവ് കേൾക്കുന്നവർ ശരിക്കും പുസ്തകമാക്കണം, സമ്മാനം കൊടുക്കണം. നല്ലതായിരിക്കും. ഈ വായനക്കൊരു സമയം ഒക്കെ എങ്ങനെ? യാത്രയിലാണ് അധികം വായിക്കുക. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ പറയും അവർക്ക് കുറച്ചു നേരം ഇതിനകത്ത് തന്നെ തലവേദന വരും. അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാസർഗോഡൊക്കെ അധികം കാറിലിനെ യാത്ര ചെയ്യും. അപ്പം ഇങ്ങനെ വായിക്കും, ഇവിടെ ഇരുന്ന് വായിക്കും. ഈ നമ്മൾ ബഷീർ ഫൈസി ദേശമംഗലം എന്ന് പറയുമ്പോൾ ആളുകൾക്കിടയിൽ മനോഹരമായ ഒരു അനൗൺസ്, അല്ലെങ്കിൽ നമ്മളാരും കേൾക്കാത്ത, നിങ്ങളുടെ ലൈവിൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചില വാക്കുകൾ കോർത്തിണക്കി അതിനെ മനോഹരമാക്കി കൊണ്ടുവന്ന്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരാളോട് കുറേ പുസ്തകം വായിച്ചാൽ ഒരാൾക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, വാക്കുകൾ കിട്ടിയേക്കാം. പക്ഷെ അത് പ്രയോഗിക്കുന്ന സന്ദർഭവും സാഹചര്യവും ശബ്ദവും സാങ്കേതികതയും ഒക്കെ അതിനോട് സമ്മേളിക്കണം. അങ്ങനെ അത് എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ഉത്തരം അതിന്? ഈ സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? അദ്ദേഹം വാക്കുകളുടെ ഒരു ഒഴുക്കാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം എനിക്ക് മനസ്സിലായത് അദ്ദേഹം വായിച്ചിട്ടായിരിക്കും. ജന്മസിദ്ധം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണോ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ട്.
പക്ഷെ നമ്മൾ കുറേ വായിക്കുമ്പോൾ ആശയം കിട്ടുന്നതിനോടൊപ്പം കുറേ വാക്കുകൾ നമ്മുടെ മനസ്സിൽ സേവ് ചെയ്ത് വെക്കപ്പെടും. അപ്പോൾ ഒരു സന്ദർഭത്തിൽ നമുക്ക് ആ വാക്കുകൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് നാവിലേക്ക് ഉടനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആലോചിച്ച് പറയുന്നത് അത്ര ഭംഗിയുള്ളൊരു കാര്യമായിരിക്കില്ല. നമ്മളിപ്പോൾ ഒരു ആശയത്തെക്കുറിച്ച്, ഇപ്പോൾ സമസ്ത സമ്മേളനത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ 2 മിനിറ്റ് അങ്ങ് പറയും. അത് മുമ്പ് സേവ് ചെയ്ത് വെച്ചൊരു കാര്യമല്ല. ആശയം നമ്മൾ എന്താണെന്ന് കണ്ടാൽ അതിനനുസരിച്ചുള്ള വാക്കുകൾ ഇങ്ങനെ ഇൻപുട്ടായി വന്നുകൊണ്ടിരിക്കും. അത് ഈ വായനയിൽ നിന്ന് സ്വാംശീകരിച്ചെടുക്കുന്നതാണ്. നിങ്ങൾ ചോദിച്ചത് വായന മാത്രമല്ല, എന്തെങ്കിലും പരിശീലനമുണ്ടോ? ഒരു പരിശീലനമില്ല. അല്ല, പേഴ്സണലി എനിക്കൊരു പരിശീലനമില്ല. അതങ്ങനെ അങ്ങനെ അങ്ങനെ വന്നു പോകുന്നു. ഈ എന്നാണ് ഈ പ്രസംഗത്തിലേക്കൊക്കെ വരുന്നത്? ഏത് കാലത്ത്? 2001 2001 അന്ന് എങ്ങനെയായിരുന്നു ഇതിലേക്ക് വരവ്? എങ്ങനെയാണ്? പ്രസംഗ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും? പ്രസംഗം തുടങ്ങിയെന്നല്ല, ദർസ് കാലഘട്ടത്തിൽ സമാജങ്ങളിലൂടെയൊക്കെ പ്രഭാഷണം നടത്താറുണ്ട്. അതിൽ ജാമ്യനൂരി എന്നെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. പ്രസംഗിക്കാറുണ്ട്. അവിടെ ഞാൻ ചീഫ് എഡിറ്റർ ആയിരുന്നു ജാമ്യയിലെ മാഗസിൻ്റെ. എന്നാൽ നല്ല പ്രഭാഷകന്മാർ ആ കാലഘട്ടത്തിലുണ്ട്. അപ്പം ഇപ്പോഴൊരു പ്രഭാഷകനൊന്നുമല്ല, ചോദിച്ചതിന് മറുപടി പറയണം. അപ്പം അന്ന് പോലെ പ്രസംഗമുണ്ട്. അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അവർക്ക്. ഈ അവാർഡ് ഈ ഇത്തരം മതപ്രസംഗം മാത്രമല്ല, ഇപ്പം നമ്മൾ വയല് അങ്ങനെ അത് മാത്രമല്ല, നമ്മൾ കൾച്ചറൽ പ്രോഗ്രാമിന് പോകാറുണ്ട്. ഈ മതതാരതമ്യ ചർച്ചകളിലേക്ക് പോകാറുണ്ട്. അത് ക്ഷേത്രങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ചർച്ചിൽ. തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാംസ്കാരിക വൈബാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഏത് എഴുതിയാലും അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അഹങ്കാരമല്ല, ഒരു അഭിമാനം. ഈ ഒരു അവാർഡ് എന്താണ്? ഞാൻ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. മാനവ മൈത്രി സമ്മേളനം. അത് പാണക്കാട് കൊടപ്പനക്കൽ കുടുംബ സംയുക്തമായി 2017 അല്ല 2017 ഇങ്ങനെ പ്രോഗ്രാം നടത്തി. വിവിധ മത നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം പാണക്കാട് ആ വീടിൻ്റെ അടുത്തുള്ള ഒരു പറമ്പിൽ നടത്തിയത്. 2 വർഷമേ നടന്നിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ വർഷം ഞാനാണ് പങ്കെടുത്തത്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒരു സമ്മാനം കിട്ടിയപ്പോൾ സൂക്ഷിച്ചു വെച്ചു. ഈ സമ്മാനത്തിൽ ഏറ്റവും എല്ലാ സമ്മാനവും നമുക്ക് മൂല്യമുള്ളതായിരിക്കും. അങ്ങനെ നമുക്ക് കൗതുകത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്താ? തിരുവനന്തപുരം കവിതാ സാഹിത്യ കലാ സാംസ്കാരിക വേദി, അവർ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു അവാർഡ് നമ്മുടെ രാമചന്ദ്രൻ മിനിസ്റ്ററാണ് നൽകിയത്. അത് അംബേദ്കർ നാഷണൽ അവാർഡ്. അത് അങ്ങനെ ഒരു വില പിടിച്ചതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ഇത് അവര് കേട്ടാ വലിയ പ്രശ്നം കേട്ടോ. അത് അല്ലെങ്കിൽ അവാർഡൊക്കെ ഒരു കെട്ടിച്ചമക്കുന്ന കാര്യങ്ങളാണല്ലോ ശരിക്കും പറഞ്ഞാൽ. ശരിക്കും അവാർഡ് ചോദിച്ചാലും കിട്ടും, അവാർഡ് മറ്റാരെങ്കിലും റെക്കമെൻഡ് ചെയ്താലും കിട്ടും. അങ്ങനെ റെക്കമെൻഡ് ചെയ്യോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ടീമല്ല അവര്. അത് അല്ല, അങ്ങനെയല്ല, ഞാൻ പൊതുവേ പറഞ്ഞു ഇത്രയും അവാർഡ് ഇവിടെ കാണുമ്പോൾ അതൊരു കലാ സാംസ്കാരിക സംഘടനയാണ് അതവിടെ. അപ്പൊ അവർക്ക് ഒരു മതരംഗത്തുള്ള ഒരാള് റെക്കമെൻഡ് ചെയ്താലൊന്നും കിട്ടുന്ന കാര്യമില്ല. അല്ല, ഞാൻ അത് സ്പെസിഫൈഡ് അല്ല, ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണ്. ഇപ്പം ഈ അവാർഡുകളൊക്കെ ചോദിച്ചു വാങ്ങുന്ന ഒരു കാലമാണ്. അവാർഡുകൾ ചോദിച്ചു വാങ്ങുന്ന കാലം. ഇനി അവാർഡ് തരാം, ഇത്ര പൈസ തന്നാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല കേട്ടോ. കൊല്ലം ഹംദാൻ ഫൗണ്ടേഷന്റെ ഓക്കെ, ഇമാം ബൂസൂരി ഹംദാൻ ഫൗണ്ടേഷൻ മധുർ റസൂൽ അവാർഡ്, ഇതാണ് മജ്ലിസുൽ ഫുർഖാൻ ഓൺലൈൻ ദാവ അവാർഡ്. നമ്മുടെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്നുള്ള ആ ഓൺലൈൻ കോവിഡ് കാലത്ത്, പാൻഡമിക് കാലത്ത് 100 എപ്പിസോഡ് പിന്നിട്ടപ്പോൾ അവർ നൽകിയതാണ്. ഖദീജത്തുൽ. ഇപ്പോൾ കുറേ പ്രോഗ്രാമിൽ പങ്കെടുത്തല്ലോ. ഈ പ്രോഗ്രാമിലൊക്കെ പോവാന്ന് പറയും. പറയട്ടെ ആദ്യം. ഇതെന്താണ് മുഹമ്മദ്? നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു സംഭവമാണ് ഇത്. ഇറാഖിൽ പോയപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അശറത്തുൽ ബശരീങ്ങളിൽപ്പെട്ട അവരുടെ മക്ബറയിൽ എനിക്ക് ഇങ്ങനെ കൗതുകം തോന്നി. അവിടെ ഇറാഖിലധികം ഷിയാക്കളാണ് ആ മക്ബറുകളിലൊക്കെ, പക്ഷെ ഇവിടെ ഒരു സുന്നി ആശയം പോലെ എനിക്ക് തോന്നി. അപ്പം ഞാനൊരു കൗതുകത്തിന് ഇതെനിക്ക് തരുമെന്ന് ചോദിച്ചൊരു ബർക്കത്തിന്. സാധാരണ കൊടുക്കാറില്ല, പൈസ കൊടുക്കാറില്ല. അപ്പോൾ മക്ബറയിൽ സൂക്ഷിച്ചാൽ ഉണ്ടോ ദീവാനു വഖഫ് സുന്നി. അപ്പോൾ ആ മക്ബറയിൽ നിന്ന് എടുത്തു തന്നാണ് അവർ തന്നു. അവിടെ സൂക്ഷിച്ചു. ക്യാഷ് ഒന്നും ചോദ്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ കുറേ വേദികളിലൂടെ സഞ്ചരിച്ചു, കുറേ പ്രസംഗങ്ങളും പരിപാടികൾക്കൊക്കെ പോയി. നമ്മൾ ഈ പ്രഭാഷകർക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമായിരിക്കുള്ളതെന്നല്ല, ചിലപ്പോൾ നമ്മളൊരു ഡേറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കും, അവർ നോട്ടീസും പോസ്റ്ററൊക്കെ അടിക്കും. നമ്മൾക്ക് കുടുംബത്തിലോ നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിലോ ഒക്കെ അന്നേക്ക് എൻഗേജ്ഡ് ആവുകയോ അല്ലെങ്കിൽ നമുക്ക്
മനസ്സ സ്റ്റേജിലുണ്ടാവില്ല, ചിലപ്പോൾ നമ്മളെ വീട്ടിൽ. അങ്ങനെ ഇതിൻ്റെ ഒരു പ്രതിസന്ധി വന്ന ഒരു വിഷയം പറഞ്ഞാൽ ഏത് പറയും? ആ ഒരു അനുഭവത്തിൽ നിന്ന് ഒരാൾക്കുണ്ടാവുന്നതാണല്ലോ. ഒരു 10-20 വർഷത്തിൽ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതെന്ന് പറയാം, ഞാൻ ഈ ഒരു സംഘാടകനായി വന്ന ഒരാളായതുകൊണ്ട് സംഘാടകരുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം. പ്രഭാഷകനായി അറിയപ്പെട്ട ഒരാളല്ല, ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിച്ച് വന്ന ഒരാളാണ്. എൻ്റെ അനുഭവത്തിലുണ്ടൊരു സംഭവം, ഞാൻ തിരൂരടുത്തുള്ള ഒരു സ്ഥലത്ത് രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്നു. മുപ്പാക്കധികമാണ്. ഇടയിൽ കുറേ തവണ വിളിച്ചപ്പോൾ ഒന്ന് സോറി പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തു പറഞ്ഞു, പെട്ടെന്ന് വരണതാണ്. ഞാൻ ആ പ്രസംഗം 1 മണിക്കൂർ പിന്നിട്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ 1 മണിക്കൂർ കൂടി പ്രസംഗിച്ചു അവിടെ നിന്നിട്ട്. കാരണം അർജൻറ്റായി വരിക എന്ന് പറഞ്ഞാൽ ഇവരെ ഇട്ട് പോകണം. പ്രസംഗം തുടങ്ങിയിട്ടുള്ളൂ, 1 മണിക്കൂർ ആയിട്ടില്ല. അവർ വലിയ ഒരുക്കത്തോടെ തുടങ്ങിയ ഒരു പരിപാടി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, എന്താണെന്ന് എനിക്കറിയില്ല, അത്രേ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാനവിടെ എത്തുമ്പോൾ എൻ്റെ ഉപ്പ മരണത്തിലേക്ക് പോവുമായിരുന്നു. എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ പറ്റി? എത്താൻ പറ്റി. ഏതായാലും അങ്ങനെ കുറേ അതുപോലെ ഒരു സന്തോഷമുള്ളൊരു സമയം പറഞ്ഞാൽ സന്തോഷമുള്ളത് പ്രസംഗത്തിലോ ലൈഫിലോ അത് അനൗൺസ്മെന്റിലോ എന്തിനാണ് പറഞ്ഞത്? മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ലൈഫ്, വേദികളിൽ, മൈക്കുകളിൽ സന്തോഷ അനുഭവം എന്ന് പറയുന്നത്. പക്ഷെ ഒരു 20 കൊല്ലമായിട്ട് പ്രസംഗം നടത്തുന്നുണ്ട്. ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ആ വേദിയിൽ നമ്മൾ അപ്പോൾ കാണുന്ന ഒരു ഓഡിയൻസിനോട്, ആ ക്രൗഡിനോട് സംസാരിച്ച് പോരുകയാണ്. പിന്നെ അവരോട് വലിയ ബന്ധമോ അങ്ങനെ സംസാരിച്ച് അവിടെ ഫോളോ ചെയ്യപ്പെടുന്നുണ്ടോ നമുക്കതിന് ഫീഡ്ബാക്ക് ഒന്നും കിട്ടില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്നത് നമ്മുടെ കോവിഡ് പാൻഡമിക് സമയത്ത് എല്ലാവരും ഭയന്ന് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മളെന്തോ ഒരു പ്രചോദനം പോലെ ലൈവ് തുടങ്ങി ഫേസ്ബുക്കിൽ. പ്രഭാഷണത്തിൻ്റെ വേറൊരു വേർഷനാണ്. വേദികളില്ല, ഒരുക്കങ്ങളില്ല, സ്വാഗത ഉദ്ഘാടനമില്ല, ഇവിടെ ഇരിക്കുക, ഒരു കേട്ടനിവിടെ കിട്ടും. അങ്ങനെ അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അഭൂതപൂർവമായ ഒരു പിന്തുണ. 100 എപ്പിസോഡ് പിന്നിട്ടപ്പോൾ ഞാൻ അവസാനിപ്പിക്കാൻ തോന്നി. കാരണം ഇതിനു വേണ്ടി പിന്നെ നമ്മൾ പറഞ്ഞത് പറയാൻ പറ്റില്ല, ഒരേ ഓഡിയൻസാണ്, പറഞ്ഞത് പറയാനും പറ്റില്ല. അപ്പോൾ കൂടുതൽ സെർച്ച് ചെയ്യണം, റെഫർ ചെയ്യണം. അപ്പോൾ ഞാൻ നിർത്താൻ വിചാരിച്ചപ്പോൾ എൻ്റെ ഉസ്താദ് പറഞ്ഞു നിർത്താൻ പാടില്ല, തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ 100 എപ്പിസോഡ് ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു 280 ആയപ്പോൾ സയ്യിദുൽ ഉലമയും സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ വന്നു. സോറി, അത് 400 വന്നത്. അത് 250 വെച്ചു. അപ്പോൾ നിർത്താമെന്ന് കരുതി. കാരണം അത് അപാരമായ കുറേ സോഴ്സ് വേണം. നമ്മൾ ഒരു വിഷയത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. ഒരുപാട് വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, മദീനം മാത്രമാണ് സംസാരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട, സഹാബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയണം. നമുക്കവിടെ വേറെ ഒരു വിഷയത്തിലേക്ക് പോകാൻ പറ്റില്ല, ദാമ്പത്യ ജീവിതം പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ 459 എപ്പിസോഡ് പിന്നിട്ടു. അതാണ് എൻ്റെ ലൈഫിൽ പ്രസംഗം എന്ന് പറയാൻ പറ്റുമെങ്കിൽ, അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ അതാണ് എൻ്റെ ലൈഫിൽ. ഒരു 500-ലൊക്കെ ഒരു പൈസ ഇല്ലാത്ത പരിപാടിയാണ്. പൈസ ഇല്ലാത്തതെന്ന് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ അതിന് പൈസ ഇല്ലാതെ ഓൺലൈനിലാണ്. അല്ല, സാധാരണ ഇതിൽ ഈ പ്രസംഗങ്ങൾക്കൊക്കെ പൈസ വാങ്ങുമല്ലോ. നമുക്ക് യാത്രയും ചിലവും പത്തയൊക്കെ ഉണ്ടാവുമല്ലോ. വലിയ പൈസയൊക്കെ വാങ്ങുന്ന ഒരു പ്രഭാഷകനാണോ? അത് രഹസ്യമാണ്. ഇന്ന് വരെ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ട് എല്ലാവരും അങ്ങനെ ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇത്ര പൈസ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തിരിച്ചു പോരുമ്പോൾ എന്നെ അധികം വിളിക്കുക സംഘാടകർ, SKSFകാരാണല്ലോ. ഇവിടെ എത്തിയതിന് ശേഷം എപ്പോഴെങ്കിലും നമ്മൾ തുറന്നു നോക്കും പൈസ കുറഞ്ഞതിൻ്റെ പേരിൽ തിരിച്ച് എനിക്ക് ഇത്ര പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുകയോ, ചില സ്ഥലത്ത് വാടക കിട്ടിയിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരാൾക്കും അത് പറയാൻ പറ്റില്ല. 20 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും. വളരെ രസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പറയണ്ട. പിന്നെ എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ വണ്ടിയിൽ മാത്രമേ പോകുള്ളൂ, ട്രെയിനിൽ പോവില്ല. അതുപോലെ കേരളത്തിൽ അങ്ങനത്തെ ഒരാൾ ഞാൻ മാത്രമാവുമെന്ന് എനിക്ക് തോന്നുന്നു. മംഗലാപുരത്തേക്കാണെങ്കിലും കാറിലെ യാത്ര ചെയ്യുള്ളൂ. എന്താണ് അതിൻ്റെ കാരണം? അങ്ങനെ പോകുമ്പോൾ നമ്മൾ പോകുന്ന സിയാറത്ത് കേന്ദ്രങ്ങളിലൊക്കെ കയറും. കൂടെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല, 2-3 ആളുണ്ടാവും. സിയാറത്ത് കേന്ദ്രങ്ങളിലൊക്കെ പോകും, തിരിച്ചു വരുമ്പോൾ അങ്ങനെ സഞ്ചരിക്കും, അങ്ങനെ യാത്ര ചെയ്യും. ഇപ്പോഴും അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ പ്രഭാഷകർ നമുക്കുണ്ട്, എല്ലാ ജില്ലയിലും പ്രഭാഷകന്മാരുണ്ട്. അപ്പോൾ ഇന്നൊരു വ്യക്തി തന്നെ വേണം എന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ബസ്സിലും കാൾവണ്ടിയിലൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഭക്ഷണമൊക്കെ കഴിക്കാം, സിയാറത്ത് ചെയ്യാം, പള്ളിയിൽ കയറി നിസ്കരിക്കാം, വിശ്രമിക്കാം. എനിക്ക് സുബഹിക്ക് ഇവിടെ എത്തണം, എവിടെ പോയാലും സുബഹിക്ക് ഇവിടെ എത്തണം. ട്രെയിനിന് ചിലപ്പോൾ നടക്കാറില്ല. ഏതായിരുന്നാലും
കുഞ്ഞു കുഞ്ഞു കഥകളാണ് നമ്മളിതുവരെ പറഞ്ഞിട്ടുള്ളത്. വ്യക്തിജീവിതവും പ്രഭാഷണവും അദ്ദേഹത്തിൻ്റെ ഓഫീസും സിസ്റ്റവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാ അടുത്തൊരു എപ്പിസോഡിൽ എല്ലാവരും കാണുക, അറിയുക, കാത്തിരിക്കുക. അഥവാ ഈ യാത്രയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം സമ്മാനം നൽകി. തീർച്ചയായിട്ടും ഒരു 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 എന്താ പറയുക, കുത്തുബ് ഖാന പോലെ വരുന്നൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അത് സുപ്രഭാതന്റെ കാരോട് വന്നപ്പോൾ ഞാനിത് ദർവേഷിന്റെ ലാഭങ്ങളൊരു പുസ്തകം ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ദർവേഷിന്റെ വിലാപങ്ങൾ? സത്യധാരയിൽ 46 ലക്കങ്ങളിലായി എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. ലേഖനം എന്ന് പറയാൻ പറ്റില്ല, കവിത എന്ന് പറയാൻ പറ്റില്ല, അതെന്താണെന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഇൻഷാ അല്ലാ ഒരു സൂഫി മിസ്റ്റിക് രചനയാണ്.